നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. ധാർഷ്ട്യം, അതാണ് മൂപ്പരുടെ മുഖമുദ്ര. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണങ്ങൾ പാർട്ടിയും CPIയും എല്ലാം കൂടിയിരുന്ന് ആലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ കാരണങ്ങളിൽ ഒന്ന് ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ്. മൂപ്പർക്ക് ചിരിക്കാൻ അറിയില്ല എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ചിരിക്കുന്ന ആളല്ല മുഖ്യമന്ത്രി. പിന്നെ മൂപ്പർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് മൂപ്പർ ധാർഷ്ട്യം കാണിക്കും. കടക്ക് പുറത്തെന്ന് പറയും, നികൃഷ്ടജീവി എന്ന് വിളിക്കും, പിന്നെ പരനാറി എന്ന് വിളിക്കും. അതൊക്കെ മുഖ്യന്റെ ഒരു ശൈലിയാണ്. അതിനെ ഒന്നും ഇനി നമുക്ക് തിരുത്താൻ കഴിയില്ല. CPI പറഞ്ഞു മുഖ്യമന്ത്രി ശൈലി മാറ്റണം. ചിരിക്കാൻ സൗകര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി തിരികെ കൊടുത്ത മറുപടി. എന്തായാലും അതാണ് ഇപ്പോൾ ഒരു വലിയ ട്രോളാകുന്നത്. ഈ ശൈലി മാറ്റണം എന്ന് പറഞ്ഞത് തന്നെ വലിയ ചിരിയായിട്ടിരിക്കുകയാണ്. കാരണം ഈ മനുഷ്യൻ ഇനി എങ്ങനെയാണ് ശൈലി മാറ്റുന്നത്? ഓരോ ദിവസവും ധാർഷ്ട്യം കൂടി വരികയാണ്. ആ മനുഷ്യനോട് നിങ്ങൾ ഈ ശൈലി മാറ്റണമെന്നൊക്കെ പറഞ്ഞാൽ എവിടെ നടക്കാനാണ്? ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട്. ആ കുറിപ്പ് ഇപ്പോൾ വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി എൻ്റെ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തണ്ട, ഈ ശൈലിക്ക് എന്താ ഒരു കുഴപ്പം? ഇതേ ശൈലി തന്നെയല്ലേ മിക്ക CPIM നേതാക്കളും പണ്ട് മുതലേ തുടർന്നു പോകുന്നത്. ഒന്ന് രണ്ട് പേരൊഴിച്ചാൽ ആരാ ഈ പാർട്ടിയിൽ ചിരിച്ച് സംസാരിക്കുന്നത്? ആ ചിരിച്ചവർക്ക് എന്ത് ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് അറിയേണ്ടവർക്ക് അറിയാം. ബീഹാറിൽ നിന്നുള്ള സെൻട്രൽ കമ്മിറ്റി മെമ്പർ CPIMൽ നിന്ന് CPKM അല്ല CPIMൽ നിന്ന് രാജിവെച്ച് പോയത് ശ്രീ പിണറായി വിജയൻ കാരണമാണോ? നേതാക്കൾ കണ്ടാൽ ഒന്ന് ചിരിക്കില്ല എന്ന് പറഞ്ഞാണ് പോയത്. വിദേശയാത്ര മിക്ക നേതാക്കളും നടത്തിയിട്ടില്ലേ? USSRൽ പോകാത്ത ഏത് കമ്മ്യൂണിസ്റ്റ് ലീഡറുണ്ട്? USSR ഇല്ലാതായതുകൊണ്ട് US-ൽ പോകുന്നു. പോകണ്ടേ? മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞ് എല്ലാവരും ഓടി ക്ലിഫ് ഹൗസ് പാലസിൽ ചെയ്യുന്നത് ശരിയാണോ? ഉമ്മൻചാണ്ടി സാർ താമസിച്ചിരുന്നത് ക്ലിഫ് ഹൗസിലാണ്. അദ്ദേഹം കോൺഗ്രസ് ആണ്, അല്ലാതെ മസിലി പിടുത്തമുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഈ കുറ്റപ്പെടുത്തുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ആരൊക്കെയാണ് ഒന്ന് പറഞ്ഞാട്ടെ. പൊതിച്ചോറ് സ്പെഷ്യലിസ്റ്റ് ചിന്ത ചേച്ചി, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ. 30 വർഷങ്ങൾക്ക് മുൻപുള്ള സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്ക്. ചിന്ത ചേച്ചീൻ്റെ കൂടെ ഒക്കെ ഉള്ള കമ്മിറ്റി ചർച്ചയല്ലേ? സംസാരിക്കേണ്ട. എന്ത് ക്വാളിറ്റി ഉണ്ട് അവർക്ക്? എന്ത് കമ്മ്യൂണിസം? CPIM അടിമുടി മാറി CPKM ആയിട്ടുണ്ട്. എന്നിട്ട് മുഖ്യമന്ത്രി മാത്രം മാറാൻ പാടില്ല എന്ന് അതെന്ത് ന്യായമാണ്? ബൃന്ദ കാരാട്ടിനോട് വഴക്കിടാൻ പറ്റില്ല. അത് കാര്യം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചു വന്നു എന്ന് MA ബേബി, സത്യം MA ബേബിക്കും PB-കാർക്കും അത്യാവശ്യം സഖാക്കൾക്കും അറിയാം. പക്ഷേ ബൃന്ദ കാരാട്ട് അരകണ്ട് ലേഡി എന്ന് പറയുന്നത് പാർട്ടിക്കാരല്ലേ? ഡൽഹിക്കാർക്ക് അറിയാലോ, പിണറായി വിജയന് മാത്രം കുറ്റം. അങ്ങനത്തെ ചർച്ചയും കുറ്റം പറച്ചിലും ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രി ഒരേ ഒരു മുഖ്യമന്ത്രി, രണ്ടാം ഊഴം കിട്ടിയ ഒരേ ഒരു മുഖ്യമന്ത്രി, എല്ലാവരെയും കിടുകിട വിറപ്പിക്കുന്ന മുഖ്യമന്ത്രി, 10,000 പോലീസുകാർ കാവലുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, 50 അകമ്പടി വണ്ടികളുള്ള മുഖ്യമന്ത്രി, റോഡിൽ ഇറങ്ങിയാൽ ഉറുമ്പിന് പോലും റോഡരികിൽ നിൽക്കാൻ സമ്മതിക്കാത്ത മുഖ്യമന്ത്രി, പ്രമുഖരെ മാത്രം പ്രാതലിന് ക്ഷണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഹെലികോപ്റ്റർ ഇഷ്ടമുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, മരുമകനെ മന്ത്രിയാക്കിയ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, എന്തൊക്കെ ഉണ്ട് മുഖ്യമന്ത്രിക്ക്. എന്നിട്ടിപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നു, ഒറ്റപ്പെടുത്തുന്നു. വേണ്ട, ഇതൊന്നും ശരിയല്ല. വേണ്ടി വന്നാൽ പാർട്ടി പിരിച്ചുവിടും. അല്ല പിന്നെ അമ്മാതിരി ദേഷ്യത്തിലാണ് മുഖ്യമന്ത്രി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗോവിന്ദ സ്വാഹയാകും. പിണറായി വിജയൻ എന്ന സഖാവ് കാരണം മാത്രം വളർന്നു വന്ന പാർട്ടി, ലോകം മുഴുവൻ ശോഭിക്കുന്ന പാർട്ടി. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓർമ്മയുണ്ടോ? മിന്നൽ പിണറായി എന്ന മലയാള മനോരമ തലക്കെട്ട്. സഖാവ് പിണറായി വിജയൻ സിന്ദാബാദ്. ഇപ്പോഴത്തെ ചിന്ത ചേച്ചിയെ പോലെ ഉള്ളവർ ഉൾപ്പെടെയാണ് പാർട്ടി CPIMനെ CPKM ആക്കിയത്. ഇത്തരത്തിലൊരു CPMനെ മുഖ്യമന്ത്രിയെയും അടിച്ചിരുത്തിക്കൊണ്ട് ട്രോളിക്കൊണ്ടൊരു പോസ്റ്റാണ്. ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് പങ്കുവെച്ച ഒരു പോസ്റ്റാണിത്. ആശാ ലോറൻസ് മിക്കപ്പോഴും CPMനെ എടുത്ത് ഉടുക്കാറുണ്ട്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്ന ഒരു ചർച്ച വന്നപ്പോഴാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ ട്രോളിക്കൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചത്. സത്യത്തിൽ ശരിയാണ്, ഇവരുടെ കൂട്ടത്തിൽ ശൈലി മാറ്റേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും ധാർഷ്ട്യമാണ് ഇവർക്ക് എല്ലാവർക്കും മുഖമുദ്ര. അങ്ങ് മേലെ തട്ടിൽ മുതൽ അങ്ങ് താഴെ തട്ട് വരെ അങ്ങനെയാണ്. കണ്ടില്ലേ, ചിന്തയുടെയും ആര്യയുടെയും ഒക്കെ ധാർഷ്ട്യത്തിന്റെ ഒരു കൊമ്പ് എത്രത്തോളമാണെന്ന് മലയാളികൾ കണ്ടു കഴിഞ്ഞതാണ്.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർ ഈ എത്ര തോറ്റു തൊപ്പിയിട്ടാലും ഇനിയിപ്പോൾ ഭരണം കിട്ടിയില്ലെങ്കിലും ഒരു മൂലയ്ക്കൊതുങ്ങിയാലും ധാർഷ്ട്യം അത് വിട്ടുപിടിക്കില്ല. ഇനിയിപ്പോൾ ജനങ്ങൾ മാറാൻ പറഞ്ഞാലും ഇവർ അതൊന്നും കേൾക്കുന്ന മട്ടയില്ല. കാരണം ഈ രക്തത്തിൽ ഉള്ളതാണ് ഈ ധാർഷ്ട്യം. ഞങ്ങളാണ് എല്ലാത്തിനും മീതെ എന്നൊക്കെയുള്ള ചിന്ത. അത് മാറിക്കോളും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് അതും മാറിക്കോളും.